നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ച് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന പ്രവചനത്തെ തുടർന്ന് നാളെ വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതീവ ജാഗ്രതയുടെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ദിവസങ്ങളിലായി മഞ്ഞ അലർട്ടുകളും നിലവിലുണ്ട്. ജൂൺ 28-ന് തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവയുൾപ്പെടെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ജൂൺ 29-ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയുടെ തീവ്രത തുടരുന്നതിനാൽ ജൂൺ 30-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തൊട്ടടുത്ത ദിവസമായ ജൂലൈ 1-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായിരിക്കും. അതിനാൽ പൊതുജനങ്ങളും തീരദേശവാസികളും മലയോര മേഖലകളിലുള്ളവരും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ജനക്ഷേമ പദ്ധതികളിലൊന്നായ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ജൂലൈ 1-ന് ആരംഭിക്കുന്ന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതായി പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു സാമ്പത്തിക കൈത്താങ്ങായി മാറുന്ന പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന ഈ പദ്ധതി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള കുടിശ്ശികകൾ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നുമാണ് സൂചന. 18 വയസ്സ് പൂർത്തിയായവർക്കും 30 വയസ്സ് കവിയാത്തവർക്കുമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പഠനം പൂർത്തിയാക്കി വിവിധ സർക്കാർ പൊതുമേഖലാ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസനം, അതായത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ചെയ്യുന്നവർക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നതും ഈ പദ്ധതിയുടെ പ്രധാന നിബന്ധനയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. മുൻ സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഈ പുതിയ പദ്ധതിയിലേക്ക് 18 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഇതിൽ അർഹരായവർക്ക് 2 ഗഡുക്കളായി സഹായം ലഭിച്ചിരുന്നെങ്കിലും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ തുക മാത്രമാണ് വിതരണം ചെയ്യുവാൻ സാധിച്ചിരുന്നത്. നിലവിൽ പദ്ധതിയിൽ വൻതോതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് കൃത്യമായി പരിശോധനകൾക്കായി സർക്കാർ ഇത് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെങ്കിലും അപേക്ഷകരുടെ നിലവിലെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാതെ അതേപടി നിലനിൽക്കുന്നതാണ്. അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് ഫണ്ട് അനുവദിക്കുകയും ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. പുതിയ പരിശോധനകൾക്കായുള്ള സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെന്ന കാര്യം നിലവിലെ ഗുണഭോക്താക്കളും അപേക്ഷകരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജൂൺ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായി 1080 കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതമുള്ള പെൻഷൻ തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാങ്കുകളുടെ സെർവർ പ്രശ്നങ്ങളോ സാങ്കേതിക ബുദ്ധിമുട്ടുകളോ കാരണം ചിലരുടെ അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റ് ആയത് കാണിക്കാൻ അല്പം കാലതാമസമുണ്ടായേക്കാം. എന്നതിനാൽ തുക ഉടനടി കണ്ടില്ലെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല. വാർദ്ധക്യകാല, വിധവ, ഭിന്നശേഷി, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജൂലൈ മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയ്ക്കുള്ളിൽ എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുന്നതാണ്. അതേസമയം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകാനും ഇനി കേവലം 5 ദിവസം കൂടിയാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ, അവിവാഹിത പെൻഷൻകാർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാൻ കഴിയാത്തവർ മാത്രം ഇപ്പോൾ സമർപ്പിച്ചാൽ മതിയാകും. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല.
2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ചു കിട്ടിയവർ മാത്രമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. 2026 ജൂൺ 27 ഇന്ന് ശനിയാഴ്ച സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 110 രൂപ കൂടി 13,195 രൂപയും പവന് 880 രൂപ കൂടി 1,05,560 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.